നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. യുധിഷ്ഠിരനോട് വളരെയേറെ ആദരവുള്ളതായ ആ നാട്ടുകാരുടെ വാക്കുകൾ ദുര്യോധനന്റെ ഹൃദയത്തില് ഭയങ്കരമായ ദുഃഖമുണ്ടാക്കി. മനസ്സ് ആളിക്കത്താൻ തുടങ്ങി. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ തൻ്റെ മോഹങ്ങളെല്ലാം തകർന്നു പോകും എന്ന് ദുര്യോധനൻ ഭയന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം നേരെ ധൃതരാഷ്ട്രന്റെ അടുത്ത് ചെന്നു. കാരണം ഒരു പദ്ധതി ആലോചിച്ചു വെച്ചിരിക്കുകയാണ്. ഏത് പ്രകാരത്തിലും പാണ്ഡവന്മാരെ ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് മഹാരാജാവ് സമ്മതിച്ചാലേ പറ്റൂ. അദ്ദേഹം തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടതും. അതിനു വേണ്ടിയിട്ട് തൻ്റെ പിതാവ് മഹാരാജാവ് ധൃതരാഷ്ട്രൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ത്വമനാദൃത്യ ഭീഷ്മം ച പതിമിച്ഛന്തി പാണ്ഡവം. അല്ലയോ മഹാരാജാവേ, നമ്മുടെ നാട്ടുകാരുടെ വാക്കുകൾ അങ്ങ് കേട്ടോ, അങ്ങ് അറിഞ്ഞോ? നമ്മുടെ പ്രജകളാണ്. പക്ഷേ അവർക്ക് അങ്ങയോട് ആദരമില്ല. അങ്ങേ രാജാവായി കാണാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല, ഭീഷ്മനോട് പോലും ആദരവില്ല. ധൃതരാഷ്ട്രന്റെ മനസ്സിൽ കുറെ കൂടി അനിഷ്ടം നാട്ടുകാരോട് ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഭീഷ്മനോട് പോലും ആദരവില്ല എന്ന് ചേർത്തത്. ഭീഷ്മനെക്കുറിച്ച് അനാദര സൂചകമായിട്ട് ഒന്നും നാട്ടുകാർ പറഞ്ഞിട്ടില്ല. പക്ഷേ കള്ളം, സത്യം എന്നുള്ളത് ഇവരുടെ ഉള്ളിലില്ലല്ലോ, ഈ ആസുരി സമ്പന്നന്മാരുടെ കയ്യിൽ. അതുകൊണ്ട് ഏഷണി ഭംഗിയായിട്ട് കൂട്ടും അവർ. അങ്ങനെ ആ കള്ളം പറഞ്ഞു കേൾപ്പിച്ചു. ഭീഷ്മനോടും ആദരവില്ല. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? പതിമിച്ഛന്തി പാണ്ഡവം, പാണ്ഡവനായിരിക്കുന്ന യുധിഷ്ഠിരനെ സ്വന്തം രാജാവായിട്ട് കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് കേൾപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലോ എന്താ കുഴപ്പമുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതൃത പ്രാപ്തവാൻ രാജ്യം പാണ്ഡുരാത്മഗുണൈ പുരാ. പണ്ട് അങ്ങയുടെ അനിയനായിരിക്കുന്ന പാണ്ഡു, അദ്ദേഹത്തിന് വളരെയേറെ കരുത്തുണ്ട്, ശക്തനാണ്, രാജ്യം ഭരിക്കാൻ ശക്തനാണ്. അങ്ങനെ അനേകം ആളുകൾ ബഹുമാനിക്കുന്ന ഗുണങ്ങളുള്ളവനായ പാണ്ഡു എന്ത് ചെയ്തു? പിതാവിൽ നിന്ന് ആ അധികാരം, സിംഹാസനത്തിന്റെ അവകാശം നേടിയെടുത്തു. രണ്ടാമത്തെ ആളാണ് പാണ്ഡു. മൂത്തയാള് ധൃതരാഷ്ട്രനാണ്. ധൃതരാഷ്ട്രനാണ് യഥാർത്ഥത്തില് പാരമ്പര്യ ക്രമം അനുസരിച്ചിട്ട് കിരീടം കിട്ടേണ്ടത്. പക്ഷേ കിട്ടിയില്ല. പകരം ഇളയവനായിരിക്കുന്ന പാണ്ഡുവിനെയാണ് ഭീഷ്മാദികളായിട്ടുള്ള കാരണവന്മാരെല്ലാവരും കൂടെ കൂടിച്ചേർന്നിട്ട് രാജാവായി നിശ്ചയിച്ചത്. അതിന് തക്കതായ കാരണവുമുണ്ട്. ത്വമന്ധഗുണ സംയോഗാത് പ്രാപ്തം രാജ്യം ന ലബ്ധവാൻ. യഥാർത്ഥത്തിൽ അങ്ങയ്ക്ക് പാരമ്പര്യമനുസരിച്ച് കിട്ടേണ്ടതായ രാജ്യമാണിത്. പക്ഷെ അങ്ങയ്ക്ക് കിട്ടിയില്ല. എന്താ? അങ്ങയ്ക്ക് കണ്ണ് കാണാൻ നിവൃത്തിയില്ല. അങ്ങനെ അന്ധനായി പോകൊണ്ട് അങ്ങയ്ക്ക് കിട്ടേണ്ടതായ രാജ്യം അങ്ങയ്ക്ക് കിട്ടിയില്ല. അങ്ങയ്ക്ക് രാജ്യം കിട്ടിയിരുന്നെങ്കിലോ അങ്ങയ്ക്ക് ശേഷം അങ്ങയുടെ പുത്രനായിരിക്കുന്നത് ഞാൻ രാജാവാകും. അത് കഴിഞ്ഞാലോ എൻ്റെ പുത്രൻ രാജാവാകും. ഇങ്ങനെ നമ്മുടെ പരമ്പര, ധൃതരാഷ്ട്ര പരമ്പര, ഈ ഭൂമി വാഴും. പക്ഷെ അങ്ങനെയുള്ളതായ സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു. കിരീടം പാണ്ഡുവിന് പോയി. അങ്ങ് കണ്ണിന് കാഴ്ചയില്ലാതെ പോയതുകൊണ്ട്, അങ്ങയ്ക്ക് കാഴ്ചയില്ലാതെ പോയതുകൊണ്ട്. അപ്പോ അതുകൊണ്ട് സംഭവിക്കുന്ന ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് സയേഷ പാണ്ഡോർദായാദ്യം
യതി പ്രാപ്നോതി പാണ്ഡവ. ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടി യുധിഷ്ഠിരനെ രാജാവാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. യുധിഷ്ഠിരനെ അഭിഷേകം ചെയ്യാം നമുക്ക് എന്നൊക്കെ പറയാണ്. അങ്ങനെ പാണ്ഡുവിൻ്റെ അവകാശിയായിട്ട് പിന്തുടർച്ചക്കാരനായിട്ട് യുധിഷ്ഠിരന് ഈ കിരീടം ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തസ്യ പുത്രോ ധ്രുവം പ്രാപ്ത തസ്യ തസ്യാവിജാവര. അങ്ങനെയാണെങ്കിൽ പിന്നെ തുടർന്ന് ആരാ രാജാവാവുക? യുധിഷ്ഠിരന്റെ പുത്രൻ രാജാവാകും. അത് കഴിഞ്ഞാലോ അയാളുടെ പുത്രൻ രാജാവാകും. അത് കഴിഞ്ഞാൽ അയാളുടെ പുത്രൻ രാജാവാകും. ഇങ്ങനെ പാണ്ഡുവിന്റെ പരമ്പര ഈ കുരു വംശത്തിന്റെ പിന്തുടർച്ചാവകാശികളായി തീരും. നമ്മളുടെ കാര്യമോ? നമ്മളുടെ കാര്യം കഷ്ടത്തിലുമാകും. അത് പറഞ്ഞു കേൾപ്പിക്കുകയാണ് ദുര്യോധനൻ. തേവയം രാജവംശേന ഹീനാസഹ സുതൈരപി. ഇതാണ് കുഴപ്പം. ഇങ്ങനെ പാണ്ഡുവിന്റെ മക്കളുടെ പരമ്പര കിരീടാവകാശികളായി പോയാൽ നമ്മൾ ഈ രാജവംശത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. രാജവംശത്തിന്റെ അധികാരം നമുക്കില്ലാതായിത്തീരും. നമുക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും എല്ലാം ഈ അവകാശം നഷ്ടപ്പെടും. അപ്പോൾ എന്തുണ്ടാകും? അവജ്ഞാത ഭവിഷ്യാമോ. നമ്മൾ എല്ലാവരാലും അങ്ങനെ അവജ്ഞയോടുകൂടി കാണപ്പെടുന്നവരായി തീരും, അനാദൃതരായി തീരും. ആരും നമ്മെ ഗവനിക്കില്ല, എല്ലാവരും നമ്മെ പുച്ഛിച്ചു തള്ളും. നമ്മുടെ പരമ്പര മുഴുവൻ അങ്ങനെ രാജവംശത്തിൽ നിന്നിട്ട് പുറത്താക്കപ്പെടും. സതതം നിരയം പ്രാപ്താഹ പരപിണ്ഡോപജീവനഃ നഭവേമ യഥാ രാജൻ തഥാ നീതിർവിധീയതാം. അതുകൊണ്ട് ഇപ്പോ അങ്ങ് പ്രവർത്തിക്കണം. അങ്ങ് നല്ലൊരു പദ്ധതി മനസ്സിൽ കണ്ടിട്ട് അത് പ്രായോഗിക പദത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ നരകത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി, ആരെങ്കിലും തരുന്നതായ ചോറ് കഴിക്കുന്നവരായി തീരാതിരിക്കാൻ വേണ്ടി. നമ്മൾക്ക് കിരീടം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ ഉണ്ടാവുക? പാണ്ഡവർ തരുന്നതായ ഭക്ഷണം നാം കഴിക്കണം, അവരെ ആശ്രയിച്ച് ജീവിക്കണം. അതിൽ പരം ദുഃഖമുണ്ടോ? അതാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലേശം. അങ്ങനെ നമ്മൾ നരകത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി, ആ ദുഃഖത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അത് അല്ലയോ രാജാവേ, അങ്ങ് ഉടനെ തന്നെ ചെയ്യണം എന്ന് ദുര്യോധനൻ തൻ്റെ പിതാവിനോട് കാര്യകാരണ സഹിതം പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ധൃതരാഷ്ട്രനും ദുഃഖമുണ്ടായി. സാഹചര്യങ്ങൾ ദുര്യോധനൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് ധൃതരാഷ്ട്രന് തോന്നൽ. പക്ഷെ യഥാർത്ഥത്തിൽ ചന്ദ്രവംശ രാജാക്കന്മാരുടെ പാരമ്പര്യം, എല്ലാ രാജവംശങ്ങളിലും പാരമ്പര്യം അങ്ങനെയാണ്. മൂത്ത മകനാണ് രാജ്യത്തിന് അവകാശം. ഈ 105 പേരില് ഏറ്റവും മൂത്തത് യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരന് കിരീടം കൊടുക്കില്ല എന്ന് പറയാനുള്ള അധികാരം നിയമം അനുസരിച്ച് ഇല്ല. പക്ഷെ അങ്ങനെ യുധിഷ്ഠിരന് കിരീടം വന്നു കഴിഞ്ഞാൽ ദുര്യോധനൻ പറയുന്നതായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഇവരുടെ ആരുടെയും സ്ഥാനമാനങ്ങളെ യുധിഷ്ഠിരൻ ഹനിക്കില്ല. നാട്ടുകാർ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടിയിട്ട് യുധിഷ്ഠിരൻ സംരക്ഷിക്കും. പക്ഷേ ഇങ്ങനെയെല്ലാം ദുര്യോധനൻ തൻ്റെ ഭയങ്ങൾ കേൾപ്പിച്ചപ്പോൾ മകനോടും അതേപോലെ തന്നെ ആ പരമ്പരയോടും, വരാനിരിക്കുന്ന പരമ്പരയോടും ഏറെ അമിതമായ വാത്സല്യമുള്ള ധൃതരാഷ്ട്രന് മനസ്സിലെ ദുഃഖമുണ്ടായി. ധൃതരാഷ്ട്രോ ദ്വിധാചിത്ത ശോകാർത്ഥ സമപദ്യത. അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകെ എന്തു വേണം, ഇത് വേണമോ അത് വേണമോ എന്ന് നിശ്ചയിക്കാൻ അരുതാത്ത അവസ്ഥയിലായി. പാണ്ഡവന്മാരെ എങ്ങനെയാണ് ഒഴിവാക്കുക? ക്രൂരകർമ്മം ചെയ്യാതെ കണ്ട് അവരെ ഇതിൽ നിന്നിട്ട് ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെ ക്രൂരകർമ്മം ചെയ്യുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. എന്നാൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? എങ്കിൽ തൻ്റെ മക്കൾക്ക് കിരീടം കിട്ടാതെ പോകും. മക്കൾ യഥാർത്ഥത്തിൽ കിരീടാവകാശി അല്ലെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ താനത് ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തു വേണം നിശ്ചയിക്കാനരുതാതെ അങ്ങ് അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് ആകെ
ദുഃഖിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ക്രമേണ തൻ്റെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ദുര്യോധന, ഇക്കാര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അദ്ദേഹം തൽക്കാലം മറുപടി പറയുന്നതിൽ നിന്നിട്ട് പിൻവാങ്ങി. തൻ്റെ അച്ഛൻ തൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ട് ഒന്നും പറയാതിരുന്നത് കൊണ്ട് ദുര്യോധനും ക്ലേശമായി, ദുഃഖമായി. ശകുനിയെയും കർണനെയും കൂട്ടി, ദുശാസനെയും കൂട്ടി അങ്ങനെ ചിന്തിച്ചു. അവർ 4 പേരും കൂടി ചിന്തിച്ചിട്ട് ഒരു മാർഗം കണ്ടെത്തി. എന്താ അത്? മാർഗം വാരണാവതത്തിലേക്ക് പാണ്ഡവന്മാരെ പറഞ്ഞയക്കുക എന്നുള്ളത്. എന്നിട്ട് വാരണാവതത്തിൽ വെച്ചിട്ട് അവരെ ചതിച്ചു കൊല്ലുക എന്നുള്ളതാണ്. ഇതാണ് അവർ കണ്ടെത്തിയതായ മാർഗം. അതില് ഒരു ഭാഗം മാത്രം ധൃതരാഷ്ട്രനോട് പറഞ്ഞു. അതാണ് സത്യം എന്നുള്ളത് അവർക്കില്ല. അതിലൊരു ഭാഗം മാത്രം ധൃതരാഷ്ട്രനോട് പറഞ്ഞു. അവിടെയിട്ട് ചതിച്ചു കൊല്ലുക എന്നുള്ള മുഖ്യഭാഗം പറഞ്ഞുമില്ല. പാണ്ഡവന്മാരോട് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ വലിയൊരു ക്രൂര പദ്ധതി അവർ മനസ്സിൽ തയ്യാറാക്കി. എന്നിട്ട് ദുര്യോധനൻ അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു തുടങ്ങി, പാണ്ഡവേഭ്യോ ഭയം നസ്യാത് താൻ വിവാസയതാം ഭവാൻ. നമുക്ക് പാണ്ഡവന്മാരിൽ നിന്നിട്ട് ഒരു പ്രകാരത്തിലും ഭയം ഉണ്ടാകാൻ പാടില്ല.